DRI കസ്റ്റഡിയിലെടുത്ത ബ്രസീൽ ദമ്പതികൾ വിഴുങ്ങിയത് കൊക്കൈൻ ഗുളികകൾ. 70 ഗുളികകൾ ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ട്. 10 കോടി രൂപയുടെ മയക്കുമരുന്നുണ്ടെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, ശരിക്കും ഈ കൊക്കൈൻ ഗുളികളെല്ലാം ഒരു വിഴുങ്ങിയിട്ടാണോ യാത്ര ചെയ്തത്, അതോ ഇവിടെ വന്നതിന് ശേഷം വിഴുങ്ങിക്കളഞ്ഞതാണോ? SKN സാവോപോള, ബ്രസീലിലെ സാവോപോളയിൽ നിന്ന് ഈ ലഹരി ഗുളികകൾ വിഴുങ്ങിയ ശേഷമാണ് അവർ അത് കാരിയർമാരായി കൊച്ചിയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ ബ്രസീൽ സ്വദേശികളായ ദമ്പതികളെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെച്ച് DRIക്ക് കൈമാറുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് ഇവരുടെ ശരീരത്തിൽ ഈ ലഹരി മരുന്ന് ഉള്ളത് കണ്ടെത്തിയത്. ഇപ്പോൾ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ നിലവിൽ ഇപ്പോൾ 70 ഗുളികകളോളം പുറത്ത് എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പരിശോധനയിലാണ് കൊക്കൈനാണ് കടത്തിയത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും 30-ലധികം ഗുളികകളാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ളത്. നിലവിൽ DRIയുടെ കണക്ക് പ്രകാരം 1 കിലോ കൊക്കൈനാണ് ഇവർ കടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ 10 കോടി രൂപയിലേറെ വിലയുണ്ട് എന്നുള്ളതാണ് ഈ DRI സംഘം പറയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രണ്ടുപേരും ഉള്ളത്. അവിടെ നിന്ന് ഈ ലഹരി ഗുളികകൾ പൂർണ്ണമായും മാറ്റിയ ശേഷം ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് DRI സംഘത്തിന്റെ നീക്കം. ഇന്ന് പുലർച്ചെയാണ് ഈ രണ്ടുപേരും കൊച്ചിയിൽ ബ്രസീലിൽ നിന്ന് ദുബായിലെത്തുകയും ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തുകയും ചെയ്തത്. അവിടെ വെച്ചാണ് ഈ രണ്ടുപേരെയും DRI സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ എത്ര ഗുളികകൾ കാണുമെന്ന് അവർ എസ്റ്റിമേറ്റ്? 70 പുറത്തെടുത്തുള്ളൂ. ഇനിയും 30-ലധികം ഗുളികകൾ രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും കൂടി പുറത്തെടുക്കാനുണ്ട് എന്നുള്ളതാണ് DRI പറയുന്നത്. അത് പൂർണ്ണമായും പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എത്ര ഗുളികകളാണ് ഇരുവരും കടത്തുന്നതിന് വേണ്ടി ശരീരത്തിൽ വിഴുങ്ങി കൊണ്ടുവന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ആമാശയത്തിലാണോ കിടക്കുന്നത് ഇപ്പോൾ? SKN ആമാശയത്തിലാണ് ഈ ഗുളികകൾ ഉള്ളത്. അത് ഇനിയിപ്പോൾ പുറത്തെടുക്കണം. അതിനുള്ള നടപടികളിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ 70 ഗുളികകൾ രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇത് പുറത്തെടുക്കാനായിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചത്. അതിനെ തുടർന്നാണ് DRI ഉദ്യോഗസ്ഥർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇരുവരെയും പ്രവേശിപ്പിച്ച് പുറത്തെടുക്കുന്നത്. ഇരുവരുടെയും ജീവന് പോലും അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലഹരി കടത്തിനാണ് ഇവർ കാരിയർമാരായി പ്രവർത്തിച്ചതെന്നാണ് DRI സംഘം പറയുന്നത്.